സംസ്ഥാനത്ത് യു.ഡി.എഫിനുണ്ടായ മിന്നും വിജയം പ്രതിപക്ഷ മുന്നണിക്ക് വലിയ ആശ്വാസം പകരുന്നതാണ്. നിലവിലുണ്ടായ യു.ഡി.എഫ് അനുകൂല തരംഗം വരുന്ന പഞ്ചായത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിലനിർത്താൻ മുന്നണിക്ക് പണിപ്പെടേണ്ടി വരും. മിന്നും വിജയത്തിനിടയിലും തൃശൂരിൽ 3ാം സ്ഥാനത്തായ നാണക്കേട് മറക്കാനുമാകില്ല. 2020 എന്നായിരുന്നു തുടക്കം മുതലുള്ള യു.ഡി.എഫ് നേതാക്കളുടെ പുറമെയുള്ള ആത്മവിശ്വാസം. എന്നാൽ 2019 സമാനമായ ഒരു തരംഗം ഇത്തവണ ഉണ്ടാകുമെന്ന് കരുതിയതല്ല. 2020 സാധ്യമായില്ലെങ്കിലും 20ൽ 18 ജയിച്ച യു.ഡി.എഫിന് ഇനി മുന്നിലുള്ളതും വലിയ അഗ്നിപരീക്ഷ. നിലവിലെ ട്രെൻഡ് നിലനിർത്താൻ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയത്തിൽ കുറഞ്ഞതൊന്നും മതിയാവില്ല. ചേലക്കരയിലും പൊരുതാൻ ഉറച്ചുതന്നെയാകും പടയൊരുക്കം. 2 മണ്ഡലങ്ങളിൽ വിജയിച്ച രാഹുൽ ഗാന്ധി വയനാട് രാജിവെച്ചാൽ മുന്നണിക്ക് ദൗത്യമേറും. പിന്നാലെ എത്തുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനും നന്നേ പണിപ്പെടേണ്ടിവരും. പല മണ്ഡലങ്ങളിലും പ്രതീക്ഷിച്ചതിലുമധികം ഭൂരിപക്ഷം ലഭിച്ച ആത്മവിശ്വാസമുണ്ട് യു.ഡി.എഫിന്. എന്നാൽ തൃശൂരിലെ 3ാം സ്ഥാനം മുന്നണിക്കേൽപ്പിച്ച പരുക്ക് ചെറുതല്ല. 1 ലക്ഷത്തോളം വോട്ട് കുറഞ്ഞതിന് മറുപടി പറയേണ്ടിവരും. നേതൃത്വത്തോടുള്ള എതിർപ്പ് പരസ്യമാക്കി കെ മുരളീധരൻ രംഗത്തെത്തിയത് നിലവിലെ വിജയത്തിന്റെ നിറം കെടുത്തും. തൽക്കാലം പൊതുരംഗത്തേക്കില്ലെന്ന് പരസ്യമായി നിലപാടെടുത്തെങ്കിലും കെ മുരളീധരനെ പാർട്ടി ഇനി എങ്ങനെ പരിഗണിക്കുമെന്നതും ശ്രദ്ധേയമാണ്. കയ്യിലുണ്ടായിരുന്ന ആലത്തൂരിലെ പരാജയവും ക്ഷീണമായി. ആറ്റിങ്ങലിൽ കഷ്ടിച്ചാണ് കടന്നുകൂടിയത്. 18ന്റെ മധുരമുണ്ടെങ്കിലും പൂവിരിച്ച വഴിയാവില്ല വരും തെരഞ്ഞെടുപ്പുകളിൽ യു.ഡി.എഫിന് മുന്നിലുള്ളത്. കല്ലും മുള്ളും ചവിട്ടി കടന്നു വേണം മുന്നോട്ടു പോകാൻ. സലിം മാലിക്, 24, തിരുവനന്തപുരം.